അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റോം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്താണെന്ന് നടക്കാൻ പോകാൻ തീരുമാനിച്ചത്. നമ്മുടെ അലാസ്കൻ പട്ടി രാവിലെ ഒരു കടയിൽ കയറുന്നതിന് മുമ്പ് ഒരു പട്ടിയെ പുറത്ത് കൂട്ടിയിട്ട് ഇറങ്ങി കയറിയതാണ്. നോക്കിയെടുത്താണ് ആളൊക്കെ. ഇതാണ് നമ്മുടെ കത്തി ബിൽഡിങ്. കത്തിയുടെ ഷേപ്പിൽ ഇരിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈങ് മാർക്ക് അതാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് -9 ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ വഴി കൂടെയൊക്കെ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ഡൗൺ ടൗൺ ടൊറൻറ്റോയിലാണ്. നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് നടന്ന് ലേക്ക് സൈഡിൽ കൂടോട്ടൊന്ന് പോകുന്ന പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ കടയൊക്കെ ഉണ്ട്. ഇവിടെ അർബൻ മഹാരാജ ഇതിലെ പോയില്ല. അപ്പോൾ ടെമ്പറേച്ചർ പറഞ്ഞത് -8 or 9 അടുത്തുണ്ട്. പിന്നെ ഫീൽസ് ലൈക്ക് -22. അതായത് കുറച്ച് കാറ്റും കൂടെ ഉള്ളപ്പോഴത്തേക്ക് തണുപ്പ് കൂടും. എല്ലാവരും വിചാരിക്കുന്ന കാനഡയിൽ എല്ലാ ദിവസവും ഇതാ സംഭവിക്കുന്നതാണ്. അല്ല, ഇത് ഒരാഴ്ചയെ മാക്സിമം കാണത്തുള്ളൂ ഇങ്ങനെ സ്നോയൊക്കെ. പിന്നെ അത് പിന്നെയും പോകും. പിന്നെ 1, 2, 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഒരു ദിവസം വീഴും, പിന്നെ പോകും. ഇതിപ്പോഴത്തേന്ന് പറയുന്നത് കുറച്ച് ലോങ് ആയിട്ട് 1.5 ആഴ്ചത്തേക്കുള്ളൊരു ലോങ് വിൻ്ററാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ ബാർബർ ഷോപ്പിൻ്റെ അടുത്ത് വന്നു. ആക്കോമോൻ. പുള്ളി ഇറാനിയന്. പുള്ളി ബെൻസിലാണ് നടക്കുന്നത്, 2 സീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അണ്ടർ പാസിലൂടെ കയറി. ഇപ്പോഴും കാറും ട്രാഫിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ചും വേണ്ട ഒരു ഹോംലെസ് ആയിട്ടുള്ള പാർട്ടിയാണ്. തണുപ്പത്തും പുള്ളി പുറത്ത് ഇങ്ങനെ കിടക്കും. പിന്നെ അയ്യാണ് ഇവിടെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പം തണുപ്പില്ലാത്ത സിറ്റീസൊക്കെ ഉണ്ട് കാനഡയിൽ. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഇവർ ഒത്തിരി പേരുണ്ടെന്ന് പറയും. ഉള്ള പാർക്കിലൊക്കെ ഒരു ടെൻ്റ് അടിച്ച് കിടക്കും. എക്കണോമി മോശമാകുമ്പോൾ ഈ സംഭവിക്കും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്ലൗസ് ഇടുക, അതുകൊണ്ട് കുറച്ച് ഷെയ്ക്കൊക്കെ വരും. കൈ തണുത്ത് പോയി, ഗ്ലൗസ് ഇടാൻ മറന്നു പോയി. ഓക്കെ, നിങ്ങളീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്തോ ആൾക്കാർ. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് ആണിപ്പോൾ വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിങ്സ് ആകാൻ പോകുന്നേ ഉള്ളൂ. ഇത് റെസിഡൻഷ്യൽ ടവറാണ്, പണിയുന്നേ ഉള്ളൂ. 2 ടോൾ ടവേഴ്സ് ഇപ്പോൾ പണിയുന്നുണ്ട് കാനഡയിൽ, ടൊറൻറ്റോയിൽ. അത് ടൊറൻറ്റോയിൽ കാനഡയിൽ ഏറ്റവും വലിയ പൊക്കമുള്ള എന്തോ ഇതാണ്. നല്ല കാറ്റടിക്കുന്നു.
ക്രോസ് ചെയ്ത് നീങ്ങണം. സൂം അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. ഇതാണ് ആ ടോൾ ബിൽഡിങ്ങിൻ്റെ താഴെ എന്നുള്ളത്. പിനക്കിൾ 1 അതാണ് ഇതിൻ്റെ പേര്. അടുത്ത സിഗ്നൽ നമ്മൾ കണ്ടിരിക്കുന്നു. സിഗ്നൽ നോക്കിയിരുന്ന ശരിയായി അല്ല. എല്ലാവരും ഓടി. ഇവിടെ ഈ സമയത്ത് ബ്രേക്ക് ഇട്ടാലും പെട്ടെന്ന് കിട്ടുകയല്ല, അതുകൊണ്ട് സൂക്ഷിച്ചാണ്. പിന്നെ ഈ ജാക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഫെദറുള്ളത് ഷോയ്ക്ക് വേണ്ടിയല്ല. അത് ഇതുപോലെ വിൻ്റർ സ്റ്റോമിൽ ഈ മഞ്ഞിൻ്റെ ഈ സാധനം കണ്ണിലോട്ട് മുഖത്തോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചത്. കുറച്ച് മുമ്പ് ഒരുത്തൻ നടന്നു പോയില്ലേ, അല്ലാതെ ഷോ അല്ലാതെ. നമ്മളിപ്പോൾ ലേക്ക് സൈഡ് എത്താറായി. ഇതൊരു വെസ്റ്റിൻ്റെ ഹോട്ടലാണിത്. ഈ ടെമ്പറേച്ചറിൽ ഫോണൊക്കെ പുറത്തെടുത്ത ബാറ്ററിയൊക്കെ ഷടപടേന്ന് ഡ്രെയിനാവും. ഫ്രീസറിനേക്കാളും തണുപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നല്ലൊരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. ഇത് നേരെ കാണുന്നത് ലേക്കാണ്. ലേക്കെല്ലാം ഇപ്പം ഐസ് മൂടി കിടക്കുക. ഫ്രോസൺ ആയോ ഇല്ലയോ നമുക്ക് നോക്കണം. ഇവിടെ വെള്ളയാകുമ്പോൾ ചാടിക്കണം. ഈ തണുപ്പിൽ ആൾക്കാർ ചിലപ്പോൾ ഓടാനൊക്കെ പോകും. ഒരു കാറ്റായിട്ട് കിട്ടുന്നുണ്ട്. എന്തിനാണ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ലേക്കാണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ കണ്ടിട്ട് ഫ്രോസണായെന്ന് തോന്നുന്നു. പക്ഷെ മഞ്ഞ് മൂടി കിടക്കുക. എല്ലാം ലേക്കാണ്. ഇവിടുന്ന് ചെറിയ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ എടുത്ത് നമുക്ക് അപ്പുറത്തെ ഐലൻഡിലൊക്കെ പോവാം. അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെറിയുണ്ട് തൊട്ടപ്പുറത്ത്. നമുക്കിന്ന് അവിടെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം.
ഒരു ബിൽഡിങ്ങിന് മുകളിൽ വേറൊരു കട്ട എടുത്ത് വെച്ചാലാണ് ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കണ്ടോട്ടടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അമ്മച്ചി താഴ്ന്നു പോയി. അതൊക്കെ ഒന്ന് തുടച്ച് ഇത് മൊത്തം കട്ടയായി. 2 ദിവസം മനസ്സിലോട്ട് കണ്ടല്ല, കുറച്ച് 3 ദിവസമായി നൈറ്റിൽ കിടക്കുന്നു. മൊത്തം കട്ടയായി. നമ്മുടെ ഗിംബലും തണുപ്പിടിച്ചിട്ട് അതിനൊരു വൈക്ലബ്യം. അവസാനം ജോൺ സ്പിയർ എത്തി. ഇവിടെയൊക്കെ തെന്നുന്നുണ്ട്. ഈ റെയിൽ കഴിഞ്ഞ് പിന്നെ നേരെ വെള്ളത്തിൽ പോകും തെന്നടിച്ച് വീണവർ. ഗവൺമെൻറ് ഫെറി ആ ഒരു സ്ഥലത്ത്. അതപ്പുറത്ത് നമുക്ക് പോകുമ്പോൾ നോക്കാം. ഇത് നമ്മൾ സ്ഥിരം നടക്കാൻ വരുന്നൊരു ഏരിയ. നമ്മൾ വിചാരിച്ചല്ലോ നമ്മുടെ ഗിംബിലും ഇങ്ങനെ ഓടുന്നില്ല. അതുകൊണ്ട് ഷോർട്ട്സൊക്കെ ഇറക്കിയത് എന്താ പറയുന്നത്, ഗിംബിൽ ഇങ്ങോട്ട്. ഓക്കെ, പറയാതെ തന്നെ ഗിംബിൾ സൈഡിലോട്ടൊക്കെ ചെരിയുന്നുണ്ട്. എൻ്റെ ഇടപാട് തീരണം. എല്ലാം കട്ട പിടിച്ച് കിടക്കുന്ന ലേക്ക്. മുക്കത്താ ദൂരത്ത് ഒഴിഞ്ഞ കയറ്റം. പറ്റുന്നില്ല. കണ്ണിൻ്റെ മൂക്കിൽ സ്നോ കയറി. ദുബായി പോയാൽ ചാൻസ് ഇവിടെ വിൻ്റർ സ്നോ. നാട്ടിലെങ്ങനെ മഴ കൊണ്ട് കിടക്കാനുള്ളതിന് ഓരോ പണിയില്ലാത്ത വെറുതെ ഇങ്ങോട്ടൊന്നും കെട്ടിയെടുത്തിട്ട് വരേണ്ട ഒരാവശ്യമില്ല. ഞാൻ അത് താമസിക്കാൻ ഞാനും നാടുവിടും. നൈസ് കട്ട കിടക്കുന്ന കണക്കുണ്ടോ. തണുപ്പത്തായാലും പട്ടിയെ നടത്താൻ കൊണ്ടുവരണം. അതെ, ഓണത്തിൻ്റെ ഒരവസ്ഥയാണ്. എൻ്റെ ഗിംബില് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് തിരിച്ചു പോവാം. അതെ, നല്ലതായിട്ട് തണുത്ത് തുടങ്ങി. കുഴപ്പമില്ല, നല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നത് കണ്ടോ എന്തോ, ക്യാമറയും മൈക്കൊക്കെ അകത്താണ്. എന്തൊക്കെയായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വിട്ടേക്കാം. നെറ്റൊക്കെ കവർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇന്നലെ ഇറങ്ങിയ പോലെ
5 സെക്കൻഡിന് തലവേദന എടുത്തിപ്പെടുത്തുന്നിരിക്കും ഈ -17 നേരത്തെ ഇറങ്ങിയ പോലെ ചെയ്താൽ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫെറി പോകുന്നുണ്ട് വിൻ്ററിൽ. അപ്പുറത്ത് ടൊറൻറ്റോ ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് അവർ വിൻ്ററിൽ കുറവാണ്. സമ്മറൊക്കെ ആകുമ്പോൾ എല്ലാ അരമണിക്കൂർ വിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോളും. നമുക്ക് വേണമെങ്കിൽ ഫെറി ടെർമിനൽ വരെ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ആ ഫെറി ടെർമിനൽ വരെ പോയിട്ട് വരാം. അപ്പുറത്ത് വീട്ടിൽ പോകണോ? എന്നാൽ വിട്ടോ. ഞാൻ തരാം. അപ്പോൾ മുറിഞ്ഞ കാറ്റ്. ഫെറി ടെർമിനൽ വേറെ ദിവസം പോവാം. നല്ല കാറ്റ്. മുഖത്ത് മാസ്ക് ഇട്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് തണുപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഫ്രഷ് നോയിക്കൂടെ നടക്കുന്നതിൽ നടന്നാൽ വീഴുകയല്ല. പിന്നെ ഈ കട്ട പിടിച്ച് കിടക്കുന്ന സാധനത്തെ സൂക്ഷിച്ചു വേണം. ഇതിപ്പോൾ അങ്ങോട്ട് വീണ് തുടങ്ങിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സമ്മാനത്തോടെ ഇതുകൂടി കയറിപ്പോ. ഞാൻ പറഞ്ഞ പോലെ ആ പച്ചനും പട്ടയെ നടത്താൻ കൊണ്ടുവന്ന തണുപ്പത്ത്. പട്ടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ സ്നോയിൽ കളിക്കാനൊക്കെ. അച്ഛന്മാരവിടെ സ്പീക്കർ ഇട്ടുണ്ട്. സ്കൂൾ ബസ് വന്നു. ഞായറാഴ്ചയോ? ഓക്കെ, നമുക്ക് ഇതൊക്കെ വീട്ടിലോട്ട് പിടിക്കാം. കണ്ണും മൂക്കില്ല ഓരോരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നു. വഴി മുടക്കുമ്പോൾ മനുഷ്യന്മാർക്കാണ് ഇവിടെ പ്രാധാന്യം. പിന്നെ കുറച്ച് ചൈനക്കാരുണ്ട്, വണ്ടി ഓടിക്കാൻ പോലും അറിയത്തില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നടപ്പ് മതിയാക്കി, അല്ലെങ്കിൽ ശരിയാകുകയില്ല. നമുക്കൊന്ന് എൻ്റെ പൊന്നെ കിനുമ്പല ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് നിർത്താം. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് മുത്തോട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം.